ചോദ്യം, ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്മ് എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെ കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുൽ വിശദീകരണവും ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയാ ഹുക്കുമാണ്, അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്. അപ്പോൾ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പൊ തഹീറിനെ തേടുമ്പോൾ തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പൊ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പൊ വരുന്ന ഉസ്താദിന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ പ്രതിഫലം ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിന്റെ വിധി, ഒരു സംശയവുമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്ത് വല്ലതുണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്നതിൽ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാണ്. അതെ, അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പൊ ഒരു വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിന്റെ വിധി എന്താണ്? അനുവദനീയാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. KSRTC ബസ്സിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മുജാഹിദീങ്ങളാണ്. കാരണം ഒരു അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. ഓർക്ക് ബെൻസ് കാറിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ എന്താണ്? ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ബെൻസ് കാറിലെത്തണം, പെട്ടെന്ന് ഉത്തരം കിട്ടണം, അതിന് ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കാം. അപ്പൊ യഥാർത്ഥത്തില് ഇസ്തിഗാസക്ക് വളരെ തന്ത്രപരമായ ഭൗതികമായ ഒരു ഉദാഹരണം കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്? ആളുകളെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ നിർബന്ധിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ KSRTC മതി, നിങ്ങൾ ഈ ബെൻസ് എടുത്തോളി. അള്ളാഹിന്റെ അമ്പിയാക്കന്മാര് മുഴുവൻ ഈ KSRTCയിലാണ് യാത്ര ചെയ്ത്. എന്നാൽ ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടം മുതൽ ഒരു വിഭാഗം ശിർക്കിലേക്ക് നയിച്ചിട്ടുണ്ട്. അല്ലേ? വലാ തദറുന്ന വദ്ദം വലാ സുവാ വലാ യഊഖ വയഊസ വനസ്റാ. വദ്, സുവാ, യഊഖ്, യഊസ്, നസ്ർ എന്ന 5 മഹാന്മാരായ ആളുകളെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ചിരുന്നു, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഇടയിൽ നിർത്തിയിരുന്നു. അത് ശിർക്കാണ്, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു വന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞ എന്താ? നൂഹേജ് പുത്തംവാദിയാണ്, ഈ ഔലിയാക്കന്മാരൊക്കെ തള്ളിയവനാണ്. അപ്പൊ അന്നേ ശിർക്കിന്റെ പൂജകന്മാരുണ്ട്. ആ ശിർക്കിന്റെ പൂജകന്മാര് അള്ളാഹുവിന്റെ റസൂല് മക്കയിലേക്ക് കടന്നു വരുമ്പോഴുമുണ്ട്. അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. അള്ളാഹനെ നിങ്ങൾ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. കാരണം എന്താ? അവര് മനസ്സിലാക്കിയതും ഏറെക്കുറെ ഈ രൂപത്തിൽ തന്നെയാണ്. ഈ രൂപത്തിലുള്ള വികലമായ വിശ്വാസങ്ങളാണ്. അപ്പോ ആ ശിർക്കിന്റെ പൂജകന്മാരുടെ പാരമ്പര്യം കയ്യിലേന്തി അവരൊക്കെ സഞ്ചരിച്ച ബെൻസ് കാറിലാണ് മുസ്ലിയാക്കന്മാർ ഇപ്പൊ സഞ്ചരിക്കുന്നത്. ജനങ്ങളോട് അതിൽ നിങ്ങൾ സഞ്ചരിച്ചോളി എന്നാ പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അമ്പിയാക്കന്മാർ സഞ്ചരിച്ച ആ പതുക്കെ പോണ KSRTC മതി. ആ അല്ലാഹു തആല അവനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് മതി. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക.